വലിയൊരു ദുരന്ത വാർത്തയാണ് രാജ്യം ഈ ദിവസം കേൾക്കുന്നത്. ഈ മണിക്കൂറിൽ കടന്നുപോകുന്നത് വലിയൊരു ദുരന്തത്തിൽ കൂടിയാണ്. സമാനതകളില്ലാത്ത ദുരന്തങ്ങളുടെ പട്ടികയിൽ ഒരു ദുരന്തം കൂടി ഉത്തരകാശിയിൽ സംഭവിച്ചിരിക്കുകയാണ്. ഉത്തരകാശിയിലെ ധാരാളി ഗ്രാമത്തിൽ ഒരു ഭാഗമാകെ ഒഴുകിപ്പോകുന്നതാണ് പ്രളയജലം. ഒരു ഭാഗമാകെ കവർന്നെടുത്ത് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. തരാലി ഗ്രാമത്തിൻ്റെ ഒരു ഭാഗമാകെ അവിടുത്തെ വലിയ കെട്ടിടങ്ങൾ 3, 4, 5 നില വരെയുള്ള കെട്ടിടങ്ങൾ ഉണ്ട് എന്നതാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ആ കെട്ടിടങ്ങളെ ആകെ വിഴുങ്ങിക്കൊണ്ട് പോകുന്നതാണ്. അപകട സാഹചര്യം മനസ്സിലാക്കി നിരവധി പേർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ അവരെയും ഈ അപകടം വിഴുങ്ങി എന്നതാണ് തൊട്ടടുത്ത സെക്കൻഡുകളിൽ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വാഹനം ഉൾപ്പെടെ അതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നു ഈ അപകടം നടക്കുന്ന സമയത്ത്. ഇപ്പോൾ തീർത്ഥാടകരും സഞ്ചാരികളും വരുന്ന സമയമല്ല എങ്കിലും ഈ സീസണിലും തീർത്ഥാടകരും സഞ്ചാരികളും ഉണ്ടാകാറുണ്ട്. ഈ പ്രദേശത്തെ വീടുകളോട് അനുബന്ധമായി ഹോം സ്റ്റേകളുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് ഹോം സ്റ്റേകൾ. സഞ്ചാരികൾ ധാരാളമായി എത്തുന്ന പ്രദേശം എന്ന നിലയിൽ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ഒരു സർക്യൂട്ട് തന്നെയാണ് ആ മേഖല. അതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികൾ എത്തുന്നു. ഹോം സ്റ്റേകൾ പ്രധാനപ്പെട്ട വരുമാന മാർഗമായി മാറുന്നു. ആ ഹോം സ്റ്റേകളിൽ എത്ര പേർ ഉണ്ടായിരുന്നു എന്നതിൻ്റെയൊക്കെ കണക്കുകൾ ഇനി വരേണ്ടതുണ്ട്. കുറഞ്ഞത് 50-60 പേരെങ്കിലും കാണാതായി എന്നതാണ് ഏറ്റവും പ്രാഥമികമായ വിവരങ്ങളിൽ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. അതേസമയം അപകടത്തിൻ്റെ ആഘാതം ഒരുപക്ഷെ അതിലും കൂടാനുള്ള സാധ്യതയാണ് എന്താണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും പുറത്തുവരുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ പുതിയ അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. സൈന്യം, ITBP, ഉത്തരാഖണ്ഡ് പോലീസ് തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങളുടെ NDRF സംഘം ഉൾപ്പെടെ വിവിധ സേനാ വിഭാഗങ്ങളുടെ അടിയന്തരമായി ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സമീപത്ത് ഒരു സൈനിക ക്യാമ്പുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ് നേരത്തെ ബാലഗോപാലും ഒപ്പം അശ്വജിത്തും നൽകിയത്. ആ ക്യാമ്പിലേക്ക് മെഡിക്കൽ സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്തി ആളുകളെ തൽക്കാലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ. ഒപ്പം കേന്ദ്ര സർക്കാരും ആഭ്യന്തര മന്ത്രാലയവും നേരത്തെ അമിത്ഷായുടേതായി അപകടത്തിൻ്റെ വ്യാപ്തി വലുതാണ് എന്നത് വ്യക്തമാക്കുന്ന പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും വന്നത്. അപകടത്തിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിലും അടിയന്തരമായി ഇടപെടാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ സൈനിക സംഘങ്ങൾ ഉത്തരകാശിയിൽ അപകടമുണ്ടായ തരാലി ഗ്രാമത്തിലേക്ക് അടിയന്തരമായി എത്തും. രക്ഷാപ്രവർത്തനം വേഗത്തിൽ സാധ്യമായ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്തായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സമൂഹ മാധ്യമത്തിലെ പ്രതികരണം. അതേസമയം തന്നെ നേരത്തെ ഒരു ദൃശ്യമാധ്യമത്തിലൂടെ തന്നെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ പ്രതികരണവും വന്നിരുന്നു. അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ് തരാലി ഗ്രാമത്തിൽ മേഘവിസ്ഫോടനമുണ്ടായി, വലിയ അപകടമുണ്ടായി, ആശങ്കപ്പെടുത്തുന്ന സ്ഥിതിയാണ്. വളരെ വേഗത്തിൽ ഇടപെടാൻ രക്ഷാസംഘങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ സൈനികരുടെ ഉൾപ്പെടെ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം സാധ്യമായ തരത്തിൽ എല്ലാം വേഗത്തിൽ പൂർത്തീകരിക്കും എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതിന് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ ആർമിയുടെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് വരികയായിരുന്നു. 15-20 പേരെങ്കിലും ആദ്യഘട്ടത്തിൽ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതാണ് കരസേനയുടെ രക്ഷാ പ്രവർത്തനത്തിൻ്റെതായ വിശദാംശമായി അല്പം മുമ്പ് പങ്കുവയ്ക്കപ്പെട്ടത്. അതേസമയം ഗംഗാനദിയിൽ പലയിടത്തും വെള്ളപ്പൊക്കമാണ്. നേരത്തെ സംസാരിച്ച സ്വാമി 80 കിലോമീറ്റർ ദൂരെ നിന്നാണ് അദ്ദേഹം സംസാരിച്ചത്. ഉത്തരകാശിയിലാണ് അദ്ദേഹം ഉള്ളത്. അവിടെയും നദിയിൽ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നുണ്ട്. തീരത്താകെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുശോചന സന്ദേശം വരികയാണ്. ധരാളിയിൽ ഉണ്ടായ ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിക്കുന്നു. ഇരകളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി സംസാരിച്ചു. അവിടെ നിന്നുള്ള വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ആരാഞ്ഞു, മനസ്സിലാക്കി. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള ശ്രദ്ധ അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഉണ്ട്. ഇവിടെ വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുണ്ടെന്നാണ് ഇതാണ് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ അല്പം മുമ്പ് വന്നിരിക്കുന്ന പ്രതികരണത്തിൽ ഉള്ളത്. വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും പ്രതികരണങ്ങൾ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ആൾനാശം എത്രത്തോളം വലുതാണ് എന്നതിലടക്കമുള്ള വിവരങ്ങളെ ഇനി വരേണ്ടതുള്ളൂ. അതേസമയം കെട്ടിടാവശിഷ്ടങ്ങളിൽ പലരും കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. നമ്മളിപ്പോൾ നേരത്തെ ആ ദൃശ്യങ്ങൾ കണ്ടത് മേഘവിസ്ഫോടനത്തിൻ്റെ തുടർച്ചയായി തരാലി ഗ്രാമത്തിൻ്റെ ഒരു ഭാഗമാകെ
മണ്ണും ചെളിയും നിറയുന്നതാണ്, പാറകളും നിറയുന്നതാണ്. ആ ഭാഗത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളെല്ലാം മൂടിപ്പോയിരിക്കുന്നു. അതിനുശേഷമുള്ള ചില ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ ഒരു ഭാഗത്ത് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മണ്ണും ചെളിയും മൂടിക്കിടക്കുകയാണ്. അതിൻ്റെ മധ്യഭാഗത്തിലൂടെ, നേരത്തെ നദി ഒഴുകിയ ഭാഗത്തൂടെ ചരലും മണ്ണുമൊക്കെ ഇങ്ങനെ നിരങ്ങി മുന്നോട്ട് പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ആ ഭാഗമാകെ മൂടിപ്പോയിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന കെട്ടിടത്തിൻ്റെ ചില കെട്ടിടങ്ങളുടെ തലപ്പ് മാത്രമേ നമുക്ക് പുറത്തു കാണാൻ കഴിയുന്നുള്ളൂ. അപകടത്തിൻ്റെ വ്യാപ്തി അത് വലുതാണ് എന്നത് വ്യക്തമാക്കുന്നതാണ്. അപകടം നടക്കുന്ന സമയത്ത് ആ ദൃശ്യങ്ങളും അതിനുശേഷം ആ പ്രദേശത്തെ ദൃശ്യങ്ങളും പുറത്തു വരുമ്പോൾ, അതേസമയം തന്നെ ഈ അപകടത്തിൻ്റെ വ്യാപ്തി ഈ ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങുന്നില്ല എന്നതാണ് ഉത്തരാഖണ്ഡ് പോലീസൊക്കെ പങ്കുവയ്ക്കുന്ന പുതിയ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഗ്രാമത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളവും ചെളിയും നിറഞ്ഞിരിക്കുന്നു. പല കെട്ടിടങ്ങൾക്ക് താഴെയും അപ്പാർട്ട്മെൻറ്റുകൾക്ക് താഴെയും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത തരത്തിൽ ജലമാണ്. വാഹനങ്ങളൊക്കെ ഒഴുകി വന്ന് പല റോഡിൻ്റെ ഭാഗത്തുമൊക്കെ അടിഞ്ഞിരിക്കുന്ന ചില ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൂരെ നിന്നുള്ള ഈ ദൃശ്യം അത് അപകടത്തിൻ്റെ വ്യാപ്തി വലുതാണ് എന്ന് വ്യക്തമാക്കുമ്പോഴും അതിനപ്പുറത്തേക്ക് കുറെ കൂടി നാശമുണ്ടായിട്ടുണ്ട് എന്ന ആശങ്കയാണ് ഈ മണിക്കൂറിൽ ഉള്ളത്. രക്ഷാപ്രവർത്തനം വേഗത്തിൽ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നു. കേന്ദ്ര സർക്കാരിൻ്റെയും പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ അനുശോചനം രേഖപ്പെടുത്തി വേഗത്തിൽ ഉത്തരാഖണ്ഡ് സർക്കാർ ഇടപെടുന്നു എന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നു. കാര്യങ്ങൾ സസൂക്ഷ്മം ഉത്തരാഖണ്ഡ് സർക്കാർ നിരീക്ഷിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാരും നിരീക്ഷിക്കുന്നുണ്ട്. സൈനിക വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നു.